ലോർഡ്, ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഈ രാത്രിയിൽ ബഥേൽ ഇന്റർനാഷണൽ പെന്തക്കോസ്റ്റൽ ചർച്ചിന്റെ 7 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിൽ ഈ 3-ാം ദിവസം നിങ്ങളോട് ഒരുമിച്ചായിരിക്കാനായിട്ട് ദൈവം എനിക്ക് ഒരു അവസരം തന്നത് ഓർത്ത് ഞാൻ ദൈവത്തിന് മഹത്വം കരയേറ്റുന്നു. പത്തിയാല് ബഥേൽ ഇന്റർനാഷണൽ ചർച്ചിന് നേതൃത്വം കൊടുക്കുന്ന പ്രിയ ഷാജാൻ കുടുംബം, അതുപോലെ വിവിധ സ്ഥലങ്ങളിലുള്ള ലീഡേഴ്സ്, ഇന്ന് രാത്രിയിൽ ഈ സൂം മീറ്റിങ്ങിൽ ഉപവാസ പ്രാർത്ഥനയിൽ കൂടിയിരിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ളതായ സ്നേഹവന്ദനത്തെ ആദ്യമായിട്ട് അറിയിക്കുകയാണ്. ഞാൻ വളരെ സന്തോഷിക്കുന്നു. യൂറോപ്പിന്റെ വിവിധ സ്ഥലങ്ങളിൽ, ലിത്വാനിയ, സ്വീഡൻ, ജർമ്മനിയുടെ വിവിധ ദേശങ്ങളിൽ ദൈവം നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്നു. കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ, കർത്താവിന്റെ ഒരു അംബാസിഡറായി, ലോകത്തിന്റെ ഉപ്പായി, ലോകത്തിന്റെ വെളിച്ചമായി, ഭൂമിയുടെ ഉപ്പായി നിങ്ങളെല്ലാം വിവിധ സ്ഥലങ്ങളിൽ ആക്കിയിരിക്കുന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ദൈവം നിങ്ങളെ എവിടെ ആക്കിയിരിക്കുന്നതിന് ദൈവത്തിന് പൂർണ്ണമായിട്ടൊരു ഉദ്ദേശമുണ്ട്. ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ തന്നിൽ ഏകാഗ്രചിത്രന്മാരായിട്ടിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് യഹോവയുടെ കണ്ണ് ഭൂമിയിലെല്ലാം മൂടാടിക്കൊണ്ടിരിക്കുന്നു. അപ്പം നിങ്ങളെ ആ ദേശത്ത് ദൈവമാക്കിയിരിക്കുന്നത് ദൈവത്തിന്റെ സന്നിധിയിൽ ഏകാഗ്രതയോടെ ആയിരിക്കുന്നുവെങ്കിൽ കർത്താവിന്റെ മഹത്വം നിങ്ങളുടെ ജീവിതത്തിലൂടെ വെളിപ്പെടുവാനും അനേകർക്ക് അനുഗ്രഹമായി തീരുവാനും ആ ദേശത്ത് ഒരു വെളിച്ചമായി, ഉപ്പായി അനേകരെ കർത്താവിലേക്ക് ആദായപ്പെടുത്തുവാൻ തക്കവണ്ണം ദൈവം നിങ്ങളെ ഉപയോഗിക്കും. പലപ്പോഴും എസെക്കിയേൽ പ്രവചനത്തിലെ ഒരു വാക്യം എൻ്റെ മനസ്സിൽ ഓർമ്മ വരാറുണ്ട്. നാം എസെക്കിയേൽ പ്രവചനത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്: ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം അതിന് വേലി കെട്ടി ഇടിവിൽ നിൽക്കുന്ന ഒരാളെ ദൈവം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദേശത്തിന്റെ കാവൽക്കാരായി, ദേശത്തെ അവകാശം പറഞ്ഞുകൊണ്ട്, ആ ഓണർഷിപ്പ് എടുത്തുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ ഇടിവിൽ നിൽക്കുവാനായിട്ടാണ് ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്ത് വിവിധ രാജ്യത്ത്, വിവിധ സ്ഥലത്ത് ആക്കിയിരിക്കുന്നത്. അപ്പോൾ ക്രിസ്തുവിൽ നാം ഏകാഗ്രതയോടെ ആയിരിക്കുന്നുവെങ്കിൽ കർത്താവിന്റെ മഹത്വം നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടും. കർത്താവിന്റെ നാമം നിങ്ങളിൽ കൂടെ മഹിമപ്പെടുവാനായിട്ടിടയാകും. ദേശത്തിന്റെ കാവൽക്കാരായി അനേകരെ നേടുവാൻ, അനേകരെ ക്രിസ്തുവിലേക്ക് നയിക്കുവാൻ തക്കവണ്ണം കർത്താവ് നിങ്ങളെ ഉപയോഗിക്കും എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ഈ ഉപവാസ പ്രാർത്ഥന അത് വളരെ അനുഗ്രഹമായി തീരുവാൻ, ദേശത്തിന്, സഭയ്ക്ക്, കുടുംബങ്ങൾക്ക്, വ്യക്തികൾക്ക് ഒക്കെ അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം ഇടയാക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാരംഭമായിട്ട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകാല ഉപവാസ പ്രാർത്ഥനയോടെ നാം ആയിരിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ദൈവം നമ്മിൽ ആഗ്രഹിക്കുന്നത് നാം ദൈവത്തോടു കൂടി വസിക്കുവാനായിട്ടാണ്. കർത്താവിനോടുള്ളതായ ഫെലോഷിപ്പും കർത്താവിനോടുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷനും ഈ ഉപവാസത്തിൽ നടക്കുവാൻ, വസിക്കുക, കർത്താവിനോട് വസിക്കുന്ന ആ ഒരു അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു എക്സ്പീരിയൻസ് ഈ ദിവസങ്ങളിൽ നമുക്ക് ലഭിക്കാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. പ്രാരംഭമായിട്ട് നമ്മൾ യെശയ്യാ പ്രവചനം അതിൻ്റെ 2-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ, 2-ാം അധ്യായം അതിൻ്റെ 3 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. വരുവീൻ, നമുക്ക് യഹോവയുടെ പർവ്വതത്തിലേക്ക്, യാക്കോബിൽ ദൈവത്തിന്റെ ആലയത്തിലേക്ക് കയറി ചെല്ലാം. അവൻ നമുക്ക് തൻ്റെ വഴികളെ ഉപദേശിച്ചു തരികയും നാം അവന്റെ പാതകളിൽ നടക്കുകയും ചെയ്യും. ഉപവാസത്തിൽ നാം ദൈവത്തോടുകൂടി വസിക്കുമ്പോൾ അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് ചോദിച്ചാൽ, ദൈവത്തിൻ്റെ വഴികളെ മനസ്സിലാക്കുവാൻ, ദൈവത്തിൻ്റെ പാതകളെ തിരിച്ചറിയുവാൻ ദൈവം നമുക്കിടയാക്കും. ആ ദൈവത്തിൻ്റെ ഹിതം തിരിച്ചറിഞ്ഞ് നമ്മുടെ ചില ആവശ്യങ്ങൾ ഉപവാസത്തിൽ കുറേ ലിസ്റ്റ് നമ്മൾ പ്രാർത്ഥിക്കുന്നതിലുപരിയായി കർത്താവിനോട് വസിച്ച് കർത്താവിൻ്റെ വഴികളും കർത്താവിൻ്റെ പാതകളും നമുക്ക് തിരിച്ചറിയുവാൻ, കൊലോസ്യലേഖനം 4-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്: എപ്പപ്രാസ് എന്ന ദൈവഭക്തൻ പോരാടി പ്രാർത്ഥിക്കുകയാണ്. റെസ്ലിംഗ് ഇൻ പ്രെയർ, ഫെർവെന്റ് പ്രെയർ. പോരാടി പ്രാർത്ഥിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയാമോ? നിങ്ങൾക്ക് വചനം അറിയാവുന്നതുകൊണ്ട് ഞാനെല്ലാം എടുപ്പിക്കുന്നില്ല. പ്രാരംഭമായിട്ട് ചില വാക്യങ്ങൾ ആപൂർവമായിട്ട് പറയുകയാണ്. കൊലോസ്യ ലേഖനത്തിൽ 4:12
നിങ്ങൾ വീഡിയോ ഓപ്പൺ ചെയ്തില്ലെങ്കിലും നിങ്ങളൊരു പേനയോ പേപ്പറോ ഒക്കെ എടുത്ത് ദൈവത്തിൻ്റെ വചനം ശ്രദ്ധിക്കുകയും ചെയ്യണം. ഞാൻ ഓരോ റെഫറൻസുകൾ പറയുമ്പോൾ നമ്മുടെ വിശ്വാസത്തിൻ്റെ ആധാരം ദൈവത്തിൻ്റെ വചനമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം, അല്ലെ, വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിൻ്റെ വചനത്താലും വരുന്നു. അപ്പോൾ ഉപവാസത്തിൽ നമ്മൾ ഭക്ഷണം വെടിഞ്ഞിരിക്കുന്നുവെങ്കിലും ശരിക്കും നമ്മൾ ദൈവത്തിൻ്റെ വചനത്തെ ഭക്ഷിക്കുന്നവരാണ്. ദൈവവചനം ഭക്ഷിക്കുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം ആഴമായിട്ട് പഠിക്കുവാൻ, നമ്മുടെ വിശ്വാസം വർദ്ധിക്കുവാനും ഈ ഉപവാസത്തിൽ ഇടയാകണം. അപ്പോൾ എപ്പപ്രാസ് എന്ന ദൈവഭക്തൻ കൊലോസ്യ സഭയ്ക്ക് വേണ്ടി പോരാടി പ്രാർത്ഥിക്കുന്നതിൻ്റെ ഉദ്ദേശം അവിടെ 4:12 നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവനായി തീരുവാനും, ആമീൻ, പെർഫെക്റ്റ് ആൻഡ് കംപ്ലീറ്റ് ഇൻ ഓൾ ദ വിൽ ഓഫ് ഗോഡ്. അപ്പോൾ ദൈവത്തിൻ്റെ ഹിതം സംബന്ധിച്ചൊക്കെയും നിശ്ചയവും കംപ്ലീറ്റുമുള്ളവരായി തീരുവാൻ പോരാടി പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ നാം പോരാടി പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ ചില ആവശ്യങ്ങൾ നിറവേറ്റുന്നതിലുപരിയായി നാം ആഗ്രഹിക്കേണ്ടത്, ദൈവമേ, ദൈവത്തിൻ്റെ ഹിതം തിരിച്ചറിയുവാനും ദൈവത്തിൻ്റെ വഴികൾ തിരിച്ചറിയുവാനും ദൈവത്തിൻ്റെ പെർഫെക്റ്റ് വില്ല്. നമുക്കറിയാം, പെർമിസീവ് വില്ലുണ്ട്, ദൈവത്തിൻ്റെ പെർഫെക്റ്റ് വില്ലുണ്ട്. അപ്പോൾ നമ്മൾ ചില ചോദിച്ച് പിടിച്ചു വാങ്ങി പെർമിഷൻ വാങ്ങിക്കുന്നതിലുപരിയായി കർത്താവിൻ്റെ ആ പെർഫെക്റ്റ് വില്ല് തിരിച്ചറിയുവാനും, തിരിച്ചറിയുക മാത്രമല്ല അത് കംപ്ലീറ്റ് ചെയ്യുവാനും. 2 പദങ്ങൾ അവിടെ പറയുന്നത്. ദൈവത്തിൻ്റെ ആ പെർഫെക്റ്റ് വില്ല് നമ്മൾ അറിയുകയും അത് ചെയ്യുവാൻ, അത് കംപ്ലീറ്റ് ചെയ്യുവാനും പോരാടി പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ നാം പോരാടി പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ഒക്കെ ചെയ്യേണ്ടതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ദൈവത്തിൻ്റെ ഹിതം തിരിച്ചറിയുവാനും അത് കംപ്ലീറ്റ് ചെയ്യുവാനും. അപ്പോൾ യഹോവയോട് വസിച്ചെങ്കിൽ മാത്രമേ കർത്താവിൻ്റെ ഹിതം നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റത്തുള്ളൂ. വരുവീൻ, നാം യഹോവയുടെ പർവ്വതത്തിലേക്ക് കയറി ചെല്ലാം. അവിടെ അവൻ ദൈവത്തിൻ്റെ വഴികളെയും ദൈവത്തിൻ്റെ ആ ആലോചനയും നമ്മളെ അറിയിക്കും. ആമീൻ. അപ്പോൾ ഉപവസിക്കുമ്പോൾ നാം ദൈവത്തിൻ്റെ കൂടെ വസിക്കുകയാണ്. അപ്പം ദൈവത്തിൻ്റെ കൂടെ വസിക്കണമെങ്കിൽ 35-ാം സങ്കീർത്തനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. 35-ാം സങ്കീർത്തനം 13-ൽ നാം വായിക്കുന്നുണ്ട്, ഉപവാസം കൊണ്ട് ഞാൻ ആത്മതപനം ചെയ്തു, എൻ്റെ പ്രാർത്ഥന എൻ്റെ മാർവിടത്തിലേക്ക് മടങ്ങി വന്നു. അപ്പോൾ ഉപവാസത്തിൽ കർത്താവിൻ്റെ കൂടെ വസിക്കുമ്പോൾ നമ്മളെ തന്നെ താഴ്ത്തുകയാണ്. ഹംബിൾ അവർ സെൽഫ്. അതാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, അല്ലേ? അപ്പം താഴ്മയുള്ളവരോടുകൂടിയാണ് ദൈവം വാസം ചെയ്യുന്നത്. അപ്പം ദൈവം നമ്മളോടുകൂടി വസിക്കണമെങ്കിൽ, നാം ദൈവത്തോടുകൂടി വസിക്കണമെങ്കിൽ നമുക്കുണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റിയാണ് ഹംബിൾനെസ്, താഴ്മ. ആ താഴ്മ നമ്മുടെ, അല്ലേ, യശയാപ്രവചനത്തിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവമായ ദൈവം പരിശുദ്ധനും ഉന്നതനുമാനും ശാശ്വതവാസിയുമായ ദൈവം ഉയരത്തിൽ വസിക്കുമ്പോൾ തന്നെ താഴ്മയുള്ളവരുടെ കൂടെയും വസിക്കുന്നു. അപ്പൊ ഇവിടെ 35-ാം സങ്കീർത്തനത്തിലും ദാവീദ് പറയുകയാണ്, ഉപവാസത്തിൽ ഞാൻ ആത്മതപനം ചെയ്തു. ഐ ഹംബിൾ മൈ സോൾ വിത്ത് ഫാസ്റ്റിംഗ്. ആ ഒരു താഴ്മ. അപ്പോൾ ഒരു ക്യാരക്ടർ ട്രാൻസ്ഫർമേഷനും ഈ ഉപവാസത്തിൽ ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഹല്ലേലൂയ. നമ്മളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുമ്പോൾ തന്നെ ദൈവം ആഗ്രഹിക്കുന്ന ആ ഒരു താഴ്മ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ, ഇവിടെ എന്തുകൊണ്ടാണ് ഈ ദാവീദ് ഇവിടെ താഴ്മയെന്ന് പറയുന്നറിയാമോ? അവിടെ തന്നെ എതിർക്കുമ്പോൾ അവർ എനിക്ക് സ്നേഹിതനോ സഹോദരനോ എന്ന പോലെ ഞാൻ പെരുമാറി, അമ്മയെക്കുറിച്ച് ദുഃഖിക്കുന്നവനെ പോലെ ഞാൻ ദുഃഖിച്ച് കുനിഞ്ഞു നടന്നു. 35-ാം സങ്കീർത്തനം അതിൻ്റെ 13-14 വാക്യങ്ങളാണ്. ഞാനോ അവർ ദീനമായി കിടന്നപ്പോൾ രട്ടുടുത്തു ഉപവസിച്ചു. ആരാ? ദാവീദിന്റെ ശത്രുക്കൾ. ദാവീദിനെതിരെ പോരാടുമ്പോൾ ദാവീദ് എന്താ ചെയ്യുന്നത്? തന്നെ തന്നെ താഴ്ത്തി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അതുകൊണ്ടാണ് ദൈവം ദാവീദിനെ കുറിച്ച് പറഞ്ഞു, എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ.
എന്തുകൊണ്ടാണ്? ശത്രുക്കൾക്ക് വേണ്ടി ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ആമീൻ. അപ്പോൾ ആ ഒരു താഴ്മ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കെതിരെ സംസാരിക്കുന്നവരോടുകൂടി, അല്ലെ, ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അല്ലെ, എന്നാണ് കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നത്, അല്ലെ. ശത്രുക്കളെ സ്നേഹിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുവാനുള്ളതായ ക്വാളിറ്റി ഉപവാസത്തിൽ ദൈവത്തോടുകൂടി വസിക്കുമ്പോൾ ആ നിലവാരത്തിലുള്ള ഒരു രൂപാന്തരവും ഒരു ട്രാൻസ്ഫോർമേഷനും കൂടെ ഈ ഉപവാസ പ്രാർത്ഥനയിൽ ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. കർത്താവിനോട് വസിക്കുമ്പോൾ നമ്മളെ തന്നെ താഴ്ത്തുവാൻ. ആമീൻ. ഹല്ലേലൂയ. നമുക്കെതിരെ സംസാരിക്കുന്നവരെ, അല്ലെ, അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, അവർ എനിക്ക് നന്മയ്ക്ക് പകരം തിന്മ ചെന്ന് ചെയ്യുന്നു. ദാവീദ് പറയാണ് അതിന്റെ 12-ാമത്തെ വാക്യത്തില്, അവരെന്താ ചെയ്യുന്നത്? നന്മയ്ക്ക് പകരം അവർ തിന്മ ചെയ്യുകയാണ്. എന്നാൽ എൻ്റെ മനോഭാവം എന്താണ്? ദാവീദ് തന്നെ ഉപവാസത്തിൽ താഴ്ത്തിയപ്പോൾ തൻ്റെ ജീവിതത്തിൽ വന്ന രൂപാന്തരം എന്താണ്? എനിക്കെതിരെ തിന്മ ചെയ്യുന്നവർക്ക് വേണ്ടി ഒരു സഹോദരൻ, ഒരു സ്നേഹിതനോ സഹോദരനോ അമ്മയെക്കുറിച്ച് ദുഃഖിക്കുന്നത് പോലെ ഉപവസിച്ച് പ്രാർത്ഥിക്കൂ അവർക്ക് വേണ്ടി. ഉപവാസത്തിൽ നടക്കുന്ന കാര്യമാണ്. അപ്പോൾ ഉപവാസത്തിൽ നാം നമ്മെ തന്നെ താഴ്ത്തി കർത്താവിൻ്റെ മനസ്സുള്ളവരായി തീരുവാൻ, കർത്താവിൻ്റെ ഹൃദയമുള്ളവരായി തീരുവാൻ ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ആമേൻ. ഹല്ലേലൂയ. ഉപവാസം വളരെ പ്രാധാന്യമുള്ളതാണ്. ഉപവസിക്കണം എന്ന് കർത്താവ് മത്തായി സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ പല ഭാഗത്തും കാണിക്കും. നിങ്ങൾ ഉപവസിക്കുമ്പോൾ, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, നിങ്ങൾ അറയിൽ കയറി അടച്ച് എന്നോട് പ്രാർത്ഥിപ്പീൻ. അപ്പോൾ പ്രാർത്ഥിക്കുന്നത് ദൈവവുമായിട്ടുള്ള ബന്ധമാണ്. ഉപവസിക്കുമ്പോൾ നിങ്ങൾ മനുഷ്യർക്ക് വിളങ്ങേണ്ടതിനായിട്ടല്ല, ദൈവവുമായിട്ടുള്ളതായ ഒരു ഫെലോഷിപ്പും ദൈവവുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനുമാണ് ഉപവാസം കൊണ്ട് ദൈവം ആഗ്രഹിക്കുന്നത് എന്ന് നമ്മൾ ഒന്നാമത് മനസ്സിലാക്കണം. മറ്റെന്ത് ശുശ്രൂഷ നമ്മൾ ചെയ്യുമ്പോഴും, ഞാനിപ്പോൾ പ്രസംഗിക്കുമ്പോഴും, മറ്റെന്ത് സുവിശേഷപരമായിട്ട് എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മൾ മനുഷ്യരുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുമ്പോൾ, ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ നാം ദൈവവുമായിട്ടാണ് ഡീല് ചെയ്യുന്നത്. കർത്താവിനോടുള്ളതായ ഫെലോഷിപ്പാണ്, ദൈവത്തോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാണ്, ദൈവത്തോട് സംസാരിക്കുകയാണ്. അപ്പൊ അത് നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. ഞാൻ ഇന്ന് ദൈവം എൻ്റെ ഹൃദയത്തിൽ പ്രകാശിച്ചതായ ചില ഭാഗങ്ങൾ തുറന്ന് സംസാരിപ്പാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആമുഖമായിട്ട് അല്പകാര്യങ്ങൾ പറഞ്ഞു. നമുക്കെല്ലാവർക്കും എഫേസ്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 17 മുതൽ 19 വരെയുള്ളതായ വാക്യത്തിലേക്ക് ഒന്ന് ശ്രദ്ധിക്കാം. ആർക്കെങ്കിലും ഒരാൾക്ക് അത് ഉറക്കെ വായിക്കാം, അൺമ്യൂട്ട് ചെയ്ത്. മറ്റുള്ളവരെല്ലാം ആ വചനത്തിലേക്ക് ശ്രദ്ധിക്കാം. എഫേസ്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 17 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ നൽകേണ്ടതിനും നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്നും അവന്റെ ബലത്തിൻ വല്ലഭത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവേറ്റ വലുപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ പൗലോസ് ദൈവസഭയ്ക്ക് വേണ്ടി, എഫേസ്യയിലുള്ള സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ ഇതിനു മുമ്പിലുള്ള ചില വാക്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അത് നിമിത്തം എന്ന് പറഞ്ഞിട്ടാണ് പൗലോസ് സ്തോത്രം ചെയ്ത് സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അപ്പൊ പൗലോസിന്റെ പ്രാർത്ഥനാ വിഷയങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഈ വിഷയങ്ങൾ പ്രാർത്ഥിപ്പാനായിട്ട് താൻ മുട്ടുകുത്തുകയും പ്രബോധിപ്പിക്കുകയും ചെയ്യുന്നത്, അതിന് മുകളിലുള്ള ഭാഗങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ
ക്രിസ്തുവിൽ നമുക്ക് ലഭിച്ചിരിക്കുന്നതായ ശ്രേഷ്ഠകരമായ പദവിയും ഭാഗ്യവും. വി ആർ ഹൈലി പ്രിവിലേജ്ഡ്. യേശു ക്രിസ്തുവിൽ നമ്മളെ വീണ്ടെടുത്തു, യേശു ക്രിസ്തുവിൽ നമ്മളെ തെരഞ്ഞെടുത്തു, യേശു ക്രിസ്തുവിൽ നമ്മളെ തെരഞ്ഞെടുത്ത് അവകാശം തന്ന് അതിൻ്റെ അഡ്വാൻസ് ആയിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ മുദ്ര നമുക്ക് തന്നിരിക്കുക. ഹല്ലേലൂയ. നാം ദൈവത്തിൻ്റെ വകയാണ്. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ച നമ്മളെ ക്രിസ്തുവിൽ തെരഞ്ഞെടുത്തിട്ട് അതിൻ്റെ ഉറപ്പിന് വേണ്ടിയിട്ട് പരിശുദ്ധാത്മാവിനെ തന്ന് നാം എല്ലാവരും ദൈവത്തിൻ്റെ വകയാണ്. നാം ദൈവത്തിൻ്റെ അവകാശമാണ്. അവനിൽ നാം അവകാശം പ്രാപിച്ചു. അതുകൊണ്ടാണ് പറയുന്നത്, ഇത്ര ശ്രേഷ്ഠകരമായ പദവിയും ഭാഗ്യവും നമുക്ക് ലഭിച്ചിരിക്കുന്നത് കൊണ്ട് എന്തായിരിക്കണം നമ്മുടെ പ്രാർത്ഥനയുടെ വിഷയം? നമ്മുടെ പ്രാർത്ഥനയുടെ പ്രൈമറി ഫോക്കസ് ഓർ പ്രൈമറി എംഫസിസ് ഇവിടെ ദൈവാത്മാവ് ഓർപ്പിക്കുകയാണ്. നാം ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനെ പ്രാപിക്കണം. 2, നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കണം. വെളിയാലുള്ള ആശ എന്താണെന്നുള്ളത് അറിയണം. അതുമാത്രമല്ല, വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന അളവറ്റ ശക്തിയുടെ വലിപ്പം നമ്മൾ അറിയണം. ഓക്കെ, നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങളിലൊക്കെ ഇതുണ്ടോ? ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങളെല്ലാം ഒരു 90% ഈ ഭൂമിയിലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കാം. എന്നാൽ ദൈവത്തിൻ്റെ വചനം പ്രാർത്ഥനാ വിഷയങ്ങൾ നമുക്ക് തരികയാണ്. നമുക്ക് ശ്രേഷ്ഠകരമായ പദവി ഭാഗ്യവും സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും ദൈവം നമ്മളെ അനുഗ്രഹിച്ച് നമ്മളെ വീണ്ടെടുത്ത് നമുക്ക് അവകാശം തന്ന് നമ്മളെ ദത്തെടുത്ത് കർത്താവിൻ്റെ മക്കളാക്കി തീർത്ത് അതിൻ്റെ ഉറപ്പിനെന്നവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അച്ചാരം, ആ മുദ്ര നമുക്ക് തന്നിരിക്കുമ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് അറിയേണ്ടത് ഈ ദൈവത്തെ ഒന്നുകൂടെ ഒന്ന് അറിയുവാൻ. ഹല്ലേലൂയ. ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ തരണം. നമ്മൾ പലപ്പോഴും ആഗ്രഹിക്കുന്നത് മറ്റുള്ളവരെ കുറിച്ചുള്ള വെളിപ്പാട്. മറ്റുള്ളവരെ കുറിച്ചുള്ള വെളിപ്പാട് ദൈവം നമുക്ക് തരട്ടെ, ആ വരം നമുക്ക് തരട്ടെ. എന്നാൽ അതിലുപരിയായിട്ട് ഒന്നാമത് നമ്മൾ പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യേണ്ടത് ദൈവത്തെക്കുറിച്ചുള്ളതായ പരിജ്ഞാനം. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് ദൈവത്തെക്കുറിച്ചുള്ളതായ പരിജ്ഞാനം നമുക്ക് ലഭിക്കേണ്ടത്? അതിൻ്റെ റിസൾട്ട് എന്ത് എന്നാണ് ഫിലിപ്പി ലേഖനം 3-ാം അധ്യായം 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, ആമേൻ, എനിക്ക് ലാഭമായിരിക്കുന്നതെല്ലാം ഞാൻ ഛേദമെന്നെണ്ണുന്നു എന്ന് പൗലോസ് പറയുമ്പോൾ അവിടെ ഒരു പദമുണ്ട്, ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം. എന്തുകൊണ്ടാ ജഡത്തിൽ ലാഭമായിരുന്നതും ഈ ലോകത്തിൽ എനിക്ക് പൊക്കിപ്പിടിക്കുവാനായിട്ടും എനിക്ക് പ്രശംസിക്കുവാനായിട്ടും ഒത്തിരി ഉണ്ടെങ്കിലും ഞാൻ ഇതിനെയെല്ലാം ഛേദമെന്നെണ്ണുന്നു. എന്തുകൊണ്ട്? ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം. എന്തുകൊണ്ടാണ് നാം ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനവും വെളിപ്പാടും പ്രാപിക്കേണ്ടത്? ഇത് പ്രാപിച്ചെങ്കിൽ മാത്രമേ ഈ ലോകത്തിലുള്ളതിനെ ഛേദമെന്നെണ്ണുവാനായിട്ട് കഴിയുള്ളൂ. ഇംഗ്ലീഷിൽ ഛേദം എന്നുള്ള പദം എന്താണെന്നറിയാം അവിടെ വെച്ച് കൊടുത്തിരിക്കുന്നത്? ഡഗ്, ചാണകം. ഹല്ലേലൂയ. ഈ ലോകസ്നേഹം ഒത്തിരി കൂടി വരുമ്പോൾ, നിങ്ങൾക്കിപ്പോൾ അവിടെ ജർമ്മനിയിലും ലിത്വാനിയിലും ഒക്കെ ചാണകം ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. നാട്ടിലിടയ്ക്കിടയ്ക്ക് വരുമ്പം ഈ ചാണകക്കുഴിയൊക്കെ അടുത്തൊക്കെ ഒന്ന് പോയി നിൽക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ ചാണകത്തിൻ്റെ സ്പ്രേ ഒക്കെ ഇടയ്ക്കൊന്ന്, അല്ലേ, ലോകസ്നേഹം ഒത്തിരി കൂടി വരുമ്പോൾ. ആമീൻ. പൗലോസിന് പ്രശംസിപ്പാനായിട്ട് ഒത്തിരി ഉണ്ടാകും. ഒത്തിരി ലിസ്റ്റ് അവിടെ പറയുന്നുണ്ട്, അല്ലേ? പൗലോസിൻ്റെ അത്രയും പ്രശംസിപ്പാൻ ഒന്നും നമുക്ക് ആർക്കും ഒന്നുമില്ല എല്ലാ നിലകളിലും. എന്നാൽ പൗലോസ് പറയുകയാണ്,
യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം എനിക്ക് ലാഭമായിരുന്നതിനെല്ലാം ചാണകമെന്ന്, അല്ലെ, ഇംഗ്ലീഷില് ഛേദമെന്നെണ്ണുവാനായിട്ടിടയായി. ഹല്ലേലൂയ. അവിടെ പൗലോസ് പറയുന്നു, എനിക്ക് ഒരൊറ്റ ഒരു ആഗ്രഹമേ ഉള്ളൂ, എനിക്ക് ക്രിസ്തുവിനെ നേടണം, അവനിൽ ഇരിക്കണം, അവന്റെ കഷ്ടാനുഭവത്തിന്റെ കൂട്ടായ്മ തിരിച്ചറിയണം. ഹല്ലേലൂയ. എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ ലോകത്തിലുള്ളതിനെ എല്ലാം ഛേദമെന്ന് എണ്ണുന്നത്? ഹല്ലേലൂയ. കർത്താവിലൊന്ന് ഇരിക്കണം. ഹല്ലേലൂയ. അവന്റെ കഷ്ടാനുഭവത്തിന്റെ നമ്മളെല്ലാം എന്തുവാ, കഷ്ടതയെല്ലാം മാറിപ്പോവാനായിട്ടാണ് പലപ്പോഴും ഉപസിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നത്. അതല്ല പൗലോസ് പറഞ്ഞിട്ടുണ്ട്, ക്രിസ്തുവിന്റെ ശരീരത്തിന് കുറവായുള്ളത്, ക്രിസ്തുവിന്റെ ക്രൂശിന് അല്ലെങ്കിൽ കഷ്ടതയ്ക്ക് കുറവായുള്ളത് ഞാൻ എൻ്റെ ശരീരത്തിൽ പൂരിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നാണ് പൗലോസ് പറയുന്നത്. അപ്പൊ പൗലോസ് ഇവിടെ പറയാണ്, യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ എല്ലാം ഛേദമെന്ന് എണ്ണിക്കൊണ്ട്, ലോകത്തിലുള്ളതിനെ ഛേദമെന്ന് എണ്ണിക്കൊണ്ട്, എൻ്റെ ജഡത്തിൽ പ്രശംസിക്കാനുള്ളതിനെ ഛേദമെന്ന് എണ്ണിക്കൊണ്ട് ഞാൻ ഒരു കാര്യം ചെയ്യുന്നുണ്ട്. എന്താണ്? ക്രിസ്തുവിൻ്റെ ആ പുനരുത്ഥാനത്തിന്റെ ശക്തി ഒന്ന് അനുഭവിച്ചറിയണം. ക്രിസ്തുവിലെ അവനെ നേടണം. ക്രിസ്തുവിന്റെ കഷ്ടതയുടെ കൂട്ടായ്മ ഒന്ന് അനുഭവിച്ചറിയണം. അതിനു വേണ്ടിയിട്ടെല്ലാം ഞാൻ ഛേദമെന്ന് എണ്ണുവാനായിട്ടില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് നാം പ്രാർത്ഥിക്കേണ്ടത്? യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനവും ശ്രേഷ്ഠതയും ദൈവത്തെക്കുറിച്ചുള്ളതായ പരിജ്ഞാനത്തിൽ ശ്രേഷ്ഠതയെ അറിയേണ്ടതിന് എന്തുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം? ആമേൻ, ഹല്ലേലൂയ. എങ്കിൽ മാത്രമേ ക്രിസ്തുവിനെ നേടുവാനും ക്രിസ്തുവിൽ ഇരിക്കുവാനും ക്രിസ്തുവിൽ വസിപ്പാനും പറ്റുകയുള്ളൂ. അല്ലെ, ലോകസ്നേഹം ദൈവത്തോടുകൂടി ശത്രുതയാകുന്നു. ഇപ്പൊ ലോകസ്നേഹവും വെച്ചോണ്ട് ക്രിസ്തുവിൽ ഇരിക്കുവാനായിട്ട് പറ്റത്തില്ല. ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയും കഷ്ടാനുഭവ കൂട്ടായ്മയും അനുഭവിച്ചറിയുവാനായിട്ട് കഴിയില്ല. അപ്പോൾ നാം പ്രാർത്ഥിക്കണം, കർത്താവേ, ദൈവത്തെക്കുറിച്ചുള്ളതായ പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ. എന്തുകൊണ്ടാണ് ആ വെളിപ്പാടിൻ്റെ ആത്മാവിനെ വേണ്ടത്? ദൈവത്തിലുള്ളത് ദൈവത്തിൻ്റെ ആത്മാവിന് മാത്രമേ അറിയുവാനായിട്ട് കഴിയുകയുള്ളൂ. നാം പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനയിലൊക്കെ പറയുന്ന ഒരു കാര്യമാണ്, അല്ലേ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടിയാവരിക്കുന്നു. അല്ലേ, ദൈവം നമുക്ക് ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവിയും കേട്ടിട്ടില്ല, ഒരുത്തരുടെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. എന്നാൽ അടുത്ത പദമാണ് പ്രാധാന്യം, നമുക്കോ എൻ്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിലുള്ളത് ദൈവത്തിൻ്റെ ആത്മാവിന് മാത്രമേ തിരിച്ചറിയുവാനായിട്ട് കഴിയുള്ളൂ. അല്ലേ, ഈ ലോകത്തിലുള്ളതെല്ലാം നമ്മൾ കണ്ണ് കാണുന്നതും ചെവി കേൾക്കുന്നതും ഹൃദയത്തിൽ തോന്നുന്നതും ഒക്കെയാ, കിട്ടുന്നതല്ല. പക്ഷെങ്കിൽ നമുക്കൊരുക്കിയിരിക്കുന്നത്, ഹല്ലേലൂയ, അത് മനസ്സിലാക്കുന്നത് ദൈവത്തിന്റെ ആത്മാവിനാൽ മാത്രമേ പറ്റുകയുള്ളൂ. ഇല്ലേ, 1 കൊരിന്ത്യർ 2:9 വായിച്ചോ, ചില വാക്യങ്ങളുടെ ഇടയ്ക്കൊന്ന് വായിച്ചോ. 2 കൊരിന്ത്യർ 2:9. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിട്ടിരിക്കുന്നത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ. ഓക്കെ, അടുത്തോട്ട് വായിച്ചു. ചില വാക്യങ്ങൾ വായിച്ചു, മുന്നോട്ട്. മുന്നോട്ട് വായിച്ചു. എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ വെളിപ്പെട്ടിരിക്കുന്നു. ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴങ്ങളെയും ആരായുന്നു. മനുഷ്യനുള്ളത് അവയിലെ മാനുഷിക ആത്മാവല്ലാതെ മനുഷ്യരിൽ ആർ അറിയും? അവണ്ണം തന്നെ ദൈവത്തിനുള്ളത് ദൈവാത്മാവല്ലാതെ ആരും ഗ്രഹിച്ചിട്ടുമില്ല. നാമോ ലോകത്തിന്റെ ആത്മാവിനെ അല്ല, ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്
അറിയുവാനായി ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. നോക്കിയേ, അപ്പൊ ദൈവത്തിലുള്ളത് അറിയണമെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് വേണം. മനുഷ്യാത്മാവിനാൽ ദൈവത്തിലുള്ളത് അറിയുവാനായിട്ട് കഴിയുകയില്ല. പൗലോസ് വ്യക്തികളെ 3 തരത്തിൽ തരംതിരിച്ചിട്ടുണ്ട്. നിങ്ങൾ 2ഉം 3ഉം അധ്യായങ്ങൾ പഠിക്കുമ്പോൾ അവിടെ കാണും. നാച്ചുറൽ മാൻ, പ്രാകൃതൻ മനുഷ്യൻ; കേണൽ മാൻ, ജഡീകൻ; 3 ആത്മീകൻ. അല്ലെ, മനുഷ്യരെ ഈ മൂന്നായിട്ട് തരംതിരിച്ചിരിക്കുകയാണ്. അല്ലെ, പ്രാകൃത മനുഷ്യൻ ഒന്നും ഗ്രഹിക്കുന്നില്ല അവൻ. എന്നാൽ ജഡീകൻ പല കാര്യങ്ങളും ജഡീകമായിട്ടാണ് തീരുമാനിക്കപ്പെടുന്നത്. അല്ലെ, സഭയിൽ തന്നെ ജഡീകരുണ്ട്, ആത്മീകരുണ്ട്. അല്ലെ, ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാനായിട്ട് കഴിയത്തില്ല. അപ്പോൾ ആത്മാവിനുള്ളവർക്ക് മാത്രമേ ദൈവത്തെ പ്രസാദിപ്പിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. അപ്പോൾ ജഡീകരുണ്ട്, ആത്മീകരുണ്ട്, പ്രാകൃത മനുഷ്യരുണ്ട്. പ്രാകൃത മനുഷ്യൻ, നാച്ചുറൽ മാൻ, ദൈവത്തിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല. എന്നാൽ ജഡീകൻ കൈക്കൊള്ളുന്നുവെങ്കിലും അവൻ പിന്നെയും ജഡപ്രകാരമാണ് ജീവിക്കുന്നത്. എന്നാൽ ആത്മീകൻ സകലത്തെയും വിവേചിക്കുന്നു, ദൈവത്തിലുള്ളത് ഗ്രഹിക്കുന്നു. ദൈവത്തിലുള്ളത് ഗ്രഹിക്കുവാനും ആത്മാവിന്റെ ഇഷ്ടത്തിന് ഏൽപ്പിച്ചു കൊടുക്കുവാനായിട്ടും ഇടയാകും. ഹല്ലേലൂയ. അപ്പോൾ എന്തുകൊണ്ട് നാം ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ, ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ പ്രാപിക്കുവാനായിട്ട് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ഈ ലോകത്തിലുള്ളതെല്ലാം, കാണുന്നതെല്ലാം താൽക്കാലികമാണെന്നും കാണാത്ത ഒരു നിത്യതയുണ്ടെന്നും. ഹല്ലേലൂയ. ഈ ലോകത്തിലുള്ളതെല്ലാം ഛേദമെന്നെണ്ണുവാനും യേശുക്രിസ്തുവിനെ നേടുവാനും യേശുക്രിസ്തുവിൽ ഇരിക്കുവാനും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തി അനുഭവിക്കുവാനും അവന്റെ കഷ്ടതയുടെ കൂട്ടായ്മ അനുഭവിച്ചറിയുവാനും ഹല്ലേലൂയ ദൈവത്തെക്കുറിച്ചുള്ളതായ പരിജ്ഞാനം, ജ്ഞാനവും വേണം. 2 യെശയ്യാപ്രവചനത്തിൽ നമ്മൾ 6-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അല്ലേ, അവിടെ പ്രവാചകൻ ഒരു കാഴ്ച കാണുകയാണ്. ദൈവം ഉയർന്നും പൊങ്ങിയും ഇരിക്കുന്നതായ സിംഹാസനത്തിൽ ഇരിക്കുന്നത് കാണുമ്പോൾ 6-ാം അധ്യായം വരെ ജനത്തിന്റെ കുറവുകളെ എണ്ണി പറയുന്ന യെശയ്യാൻ പറയാണ്, എനിക്ക് അയ്യോ കഷ്ടം. ദൈവത്തെക്കുറിച്ചുള്ളതായ വെളിപ്പാട് കിട്ടിയപ്പോൾ തൻ്റെ കുറവുകളെ തിരിച്ചറിയുവാനായിട്ടിടയായി. ഹല്ലേലൂയ. അതുവരെയും മറ്റുള്ളവരിലേക്ക് നോക്കി അവരുടെ കുറവുകളെ കണ്ട് ഞാൻ ശ്രേഷ്ഠനാണ്, അല്ലേ, ഞാൻ ആത്മീയമായ ഉന്നത നിലവാരത്തിൽ നിൽക്കുന്നവനാണ് എന്ന് പറഞ്ഞ യെശയ്യാവ് 6-ാം അധ്യായത്തിൽ ദൈവത്തിന്റെ സിംഹാസനവും കണ്ടപ്പോൾ എനിക്കയ്യോ കഷ്ടം. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ കുറവുകളെ തിരിച്ചറിയണമെങ്കിൽ ദൈവത്തിന്റെ കുറിച്ചുള്ള വെളിപ്പാട് നമുക്ക് വേണം. നമുക്കറിയാം, നമ്മൾ ഒരു പക്ഷേ 40 വോൾട്ടുള്ള ഒരു റൂമിൽ, ബൾബുള്ള ലൈറ്റുള്ള ഒരു റൂമിലായിരിക്കാം നമ്മൾ ഇരിക്കുന്നത്. ആ 40 വോൾട്ടിൽ നമുക്ക് കാണാവുന്ന ചില പൊടിപടലങ്ങളുണ്ട്, കാണാത്ത പൊടിപടലങ്ങളുണ്ട്. ഈ 40 വോൾട്ടിന്റെ മാറ്റി 80 വോൾട്ടിന്റെ ബൾബ് ഇടുമ്പോൾ നമ്മൾ അതുവരെ കാണാത്ത മറ്റ് പൊടിപടലങ്ങളൂടെ കാണുവാനായിട്ടിടയാകും. എന്ന് പറയുന്നത് പോലെ കർത്താവായ യേശുക്രിസ്തുവിനോട് അടുക്കും തോറും ദൈവത്തെക്കുറിച്ചുള്ളതായ കാഴ്ചപ്പാട് വർദ്ധിച്ചു വരും തോറും നമ്മുടെ ജീവിതത്തിലെ കുറവുകളെ മനസ്സിലാക്കുവാനും, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ദൈവത്തോട് വസിച്ചു നിൽക്കുവാൻ വേണ്ടി നമ്മെ തന്നെ താഴ്ത്തുവാനും ഇടയാകും. അല്ലെങ്കിൽ നാം മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്ത് നമ്മുടെ ആത്മീക നിലവാരം ഉന്നതമാണ് എന്നുള്ളതായ ആ ഒരു അവസ്ഥയിൽ ഇരുന്നാൽ നമ്മെ തന്നെ, നമ്മുടെ കുറവുകളെ തിരിച്ചറിയുവാനായിട്ട് നമുക്ക് കഴിയുകയില്ല. ഹല്ലേലൂയ. ഞാൻ മുന്നോട്ട് പോട്ടെ. അടുത്ത പ്രാർത്ഥന പോയിന്റ് എന്തായിരുന്നു? നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കണം. ഹല്ലേലൂയ. നാൾ തോറും നമ്മുടെ അകത്തെ മനുഷ്യനെ ശക്തിപ്പെടുത്തുന്നതിനനുസരിച്ചാണ് നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഹൃദയദൃഷ്ടി, അകത്തെ ഹൃദയദൃഷ്ടി, എൻലൈറ്റൻ അവർ ഹാർട്ട്, എൻലൈറ്റൻ അവർ ഇന്നർ ഐസ്, എങ്കിൽ മാത്രമേ ദൈവം കാണുന്നത് പോലെ കാണുവാൻ നമുക്ക് ഇടയാകുകയുള്ളൂ. അല്ലെ, ഒരു പിറവിയിലെ ഒരു കുരുടനായ ഒരു മനുഷ്യനെ കർത്താവ് സൗഖ്യമാക്കിയിട്ട് പറയുന്നുണ്ട്, എന്താ കാണുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അല്ലെ, എന്നിട്ട് എന്താ പറയുന്നത്? മനുഷ്യരെ
മരങ്ങളെ പോലെ കാണുന്നു. മനുഷ്യനെ മനുഷ്യനായിട്ട് കാണാനായിട്ട് കഴിയുന്നില്ല. അപ്പോൾ എന്താ കർത്താവ് ചെയ്ത്? ഒന്നുകൂടെ ഒന്ന് തൊട്ടു. ഹല്ലേലൂയ. തൻ്റെ ഹൃദയദൃഷ്ടി, തൻ്റെ കണ്ണ് ഒന്നുകൂടെ ഒന്ന് പ്രകാശിച്ചു. അപ്പോൾ നമ്മുടെ ഹൃദയദൃഷ്ടി ഒന്ന് ഇവിടെ പ്രകാശിക്കപ്പെട്ടുവെങ്കിൽ മാത്രമേ ദൈവം കാണുന്നത് പോലെ, അല്ലെങ്കിൽ കാണുവാനും മനുഷ്യനെ മനുഷ്യനായിട്ട് കാണാനും, അല്ലേ? മരമായിട്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മളൊരു ഒബ്ജക്റ്റായിട്ട്, ഒരു വസ്തുവായിട്ടാണ് കാണുന്നത്. മറ്റുള്ളവരെ ഒരു വസ്തുവായിട്ട് കാണാനായിട്ടല്ല, നമുക്ക് പ്രയോജനപ്പെടുത്തുവാനായിട്ടുള്ള ഒരു കാര്യമായിട്ട് കാണുവാനായിട്ടല്ല, മറ്റുള്ളവരെ മനുഷ്യനായിട്ട് കാണുവാൻ ഹൃദയദൃഷ്ടി പ്രകാശിക്കപ്പെട്ടിട്ട്. ഹല്ലേലൂയ. അപ്പോൾ അങ്ങനെ കാണുവാൻ കഴിയുന്നില്ലെങ്കിൽ ഈ ഉപവാസ പ്രാർത്ഥനയിൽ കർത്താവിനോട് പറയണം, കർത്താവെ എന്നെ ഒന്നുകൂടെ ഒന്ന് തൊടണമേ. ആ കുരുടൻ പറഞ്ഞതുപോലെ, എനിക്ക് കാണേണ്ടതുപോലെ കാണുവാൻ കഴിയുന്നില്ല കർത്താവെ, എൻ്റെ ഹൃദയദൃഷ്ടി ഒന്നുകൂടെ ഒന്ന് പ്രകാശിക്കപ്പെടുവാൻ എന്നെ ഒന്നുകൂടെ ഒന്ന് തൊടണമേ എന്ന് നമ്മൾ ഈ ഉപവാസ പ്രാർത്ഥനയിൽ പ്രാർത്ഥിപ്പാൻ, നമ്മുടെ ഹൃദയദൃഷ്ടി ഒന്നുകൂടെ ഒന്ന് പ്രകാശിക്കുവാൻ തക്കവണ്ണം ഇടയാകണം. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ നാം ഒരു കാര്യം കാണുന്നുണ്ട്. അവിടെ പിറവിയിലെ കുരുടനായ ഒരു വ്യക്തിയെ കർത്താവ് സൗഖ്യമാക്കും. അപ്പോൾ ആദ്യം തന്നെ ആരാണ് സൗഖ്യമാക്കിയത് എന്ന് ഈ കുരുടനോട് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, യേശു എന്ന് പേരുള്ള ഒരു മനുഷ്യനാണ് എന്നെ സൗഖ്യമാക്കിയത്. അപ്പോൾ ആ സമയത്ത് ആ ഒരു കാഴ്ചപ്പാടേ ഉള്ളായിരുന്നു യേശുവിനെ കുറിച്ച്. യേശു എന്ന് പേരുള്ള ഒരു മനുഷ്യൻ. എന്നാൽ അതേ അധ്യായം നിങ്ങൾ മുന്നോട്ട് വായിക്കുമ്പോൾ കുറേ സമയത്തിന് ശേഷം വീണ്ടും അവനോട് ചോദിക്കുന്നുണ്ട്, കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും ചോദിക്കുന്നുണ്ട്, ആരാ നിന്നെ സൗഖ്യമാക്കിയത്? ആ യേശു അവനൊരു പ്രവാചകനാണ്. നോക്കിയേ, കാഴ്ചപ്പാട് മാറിയത്. ആദ്യത്തെ കാഴ്ചപ്പാട് എന്താ? യേശു എന്നുള്ളൊരു മനുഷ്യനായിട്ട് താൻ കണ്ടുള്ളൂ. പക്ഷേ ആത്മീയമായിട്ട് തൻ്റെ കാഴ്ചപ്പാട് വർദ്ധിച്ചപ്പോൾ യേശു ഒരു മനുഷ്യനല്ല, ഒരു പ്രവാചകനായിട്ട് കാണുവാനായിട്ടിടയായി. പിന്നീട് അതിനുശേഷം 9-ാം അധ്യായം നിങ്ങൾ അവസാന ഭാഗത്തേക്ക് നോക്കുന്നുണ്ടെങ്കിൽ വീണ്ടും കുറെ നാളോടുകൂടെ കഴിഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട്, ആരാ നിന്നെ സൗഖ്യമാക്കിയത്? അപ്പൊ പറയാണ്, ദൈവത്തിൽ നിന്ന് വന്ന ഒരുവന് മാത്രമേ ഈ സൗഖ്യം നൽകുവാനായിട്ട് കഴിയുള്ളൂ. കാഴ്ചപ്പാട് വർദ്ധിച്ചു. ഇത് തന്നെയാണ് ഓരോ ദിവസം കഴിയും തോറും, വർഷങ്ങൾ കഴിയുമ്പോഴും ദൈവത്തെക്കുറിച്ചുള്ളതായ കാഴ്ചപ്പാട് നമുക്ക് വർദ്ധിച്ചു വരണം. നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കണം. പൗലോസും അത് തന്നെയാ പറയുന്നത്. പൗലോസ് എന്താ പറയുന്നത്? ആദ്യം പറയുമ്പോൾ, ദമസ്കാസിന്റെ പടിവാതിക്കൽ വെച്ച് അവൻ എന്നെ തൊട്ടു, ഞാൻ അവനെ കണ്ടു. എന്നാൽ കുറെ കാലം കൂടെ കഴിഞ്ഞപ്പോൾ പൗലോസ് പറയാണ്, അമ്മയുടെ ഉദരത്തിലായിരുന്നപ്പോൾ തന്നെ എന്നെ കണ്ടതാ. ദമസ്കാസിന്റെ പടിവാതിക്കൽ വെച്ചല്ല ദൈവം എന്നെ തെരഞ്ഞെടുത്തതോ കണ്ടതോ, അതിനെത്രയോ നാളുകൾക്ക് മുമ്പ് ദൈവം എന്നെ കണ്ടതാ. ആത്മീയമായ കാഴ്ചപ്പാട് വർദ്ധിച്ചു. വീണ്ടും മുന്നോട്ട് പോയപ്പോൾ പൗലോസ് പറയുക, അല്ല, ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ അവൻ എന്നെ തെരഞ്ഞെടുത്തതാ. ഹല്ലേലൂയ. ഇതുപോലെ ഓരോ വർഷങ്ങൾ കഴിയുമ്പോഴും ദൈവത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് വർദ്ധിച്ചു വരുവാൻ, ഹൃദയദൃഷ്ടി പ്രകാശിക്കപ്പെടുവാൻ നാം പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് അടുത്തത് എന്താ പറയുന്നത്? അടുത്ത വാക്യം എന്താ? വിളിയാലുള്ള ആശ ഇന്നതെന്ന് വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാതനം ഇന്നതെന്നും. ഹല്ലേലൂയ. ഹോപ്പ് ഓഫ് ഹിസ് കോളിംഗ് ആൻഡ് റിച്ചസ് ഓഫ് ഹിസ് ഗ്ലോറി. ഹല്ലേലൂയ. നമ്മളെ വിളിച്ചതൊരു സാധാരണ വിളിയല്ല. വാക്യങ്ങളെല്ലാം എടുക്കാനായിട്ട് എനിക്ക് സമയമില്ല, അല്ലേ? ഉന്നതമായ വിളിയാണ്, ഒരു വിശുദ്ധ വിളിയാണ്, ഒരു പരമ വിളിയാണ്, ഒരു സാധാരണ വിളിയല്ല ദൈവം നമ്മളെ വിളിച്ചത്. പൗലോസ് പറഞ്ഞത്, ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ ദൈവം നമ്മളെ തെരഞ്ഞെടുത്തതാണ്. അത് ഉന്നതമായ, ശ്രേഷ്ഠമായ, പരമമായ, വിശുദ്ധമായ ഒരു വിളിയാണ്. ആ വിളി എന്തിനു വേണ്ടിയിട്ടായിരുന്നെന്ന് അറിയാമോ? ആ വിളി നമ്മളെ വിളിച്ചത്, സുവിശേഷ ഘോഷണത്താൽ ദൈവം നമ്മളെ വിളിച്ചത് എന്തിനു വേണ്ടിയിട്ടാണെന്നറിയാമോ? യേശുക്രിസ്തുവിന്റെ മഹത്വം പ്രാപിപ്പാൻ,
2 തെസ്സലോനി 2:14 എന്ന് വായിക്കാമോ? ഒരാള് കൊലോസ്യ ലേഖനം 1:27, 2 തെസ്സലോനി 2:14. കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്വം പ്രാപിപ്പാനല്ലോ അവൻ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത്. ആമേൻ, ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമുണ്ട്! ഹല്ലേലൂയ. യേശുക്രിസ്തുവിന്റെ മഹത്വം നാം പ്രാപിക്കേണ്ടതിനാണ്, അല്ലേ? കൊലോസ്യ ലേഖനത്തിൽ 1:27 എന്താണെന്ന് വായിക്കുന്നത് അറിയാമോ? നമ്മുടെ പ്രത്യാശ എന്തുവാ? മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മില് ഇരിക്കുന്നു. ദാറ്റ് ഈസ് അവർ ഹോപ്പ്, റിച്ചസ് ഓഫ് ഗ്ലോറി. ദൈവം നമ്മളെ വിളിച്ചതിന്റെ എങ്ങനെ ഇത് പറ്റുള്ളൂ? നമ്മൾ പ്രാർത്ഥിച്ച് നമ്മുടെ ഹൃദയദൃഷ്ടി ഒന്നുകൂടി ഒന്ന് പ്രകാശിപ്പിക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ വിളിയെപ്പറ്റി നമുക്ക് തിരിച്ചറിയുവാനായിട്ട് കഴിയുള്ളൂ. നമ്മളെ വിളിച്ചത് ഈ ലോകത്ത് ചിലത് തരാൻ വേണ്ടിയിട്ടല്ല. നമ്മളെ വിളിച്ചത് യേശുക്രിസ്തുവിന്റെ മഹത്വം നാം പ്രാപിക്കു വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ. ദൈവം നമ്മളെ വിളിച്ചത് ഒരു സാധാരണ വിളിയല്ല. ഹല്ലേലൂയ. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മിലിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ പദവി. എത്ര പേർക്ക് സന്തോഷിക്കുവാനായിട്ട് കഴിയും? ഹല്ലേലൂയ. ഒരു വാക്യം കൂടെ വായിക്കാം. 1 പത്രോസ് 5:10, 1 Peter 5:10. എന്നാൽ എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തന്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവത്തെ തന്നെ ഗ്ലോറി. എന്തിനാ ദൈവം നമ്മളെ വിളിച്ചത്? ഹല്ലേലൂയ. നിത്യ തേജസ്സിനായി. അതുകൊണ്ടാണ് നമ്മൾ കഷ്ടത അനുഭവിക്കുമ്പോൾ സാരമില്ലെന്ന് പറയണമെങ്കിൽ ഈ വിളി എന്താണെന്ന്, ആ വിളിയുടെ ശ്രേഷ്ഠത മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. അതിന് നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കണം. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഇവരുടെ ഹൃദയദൃഷ്ടി ഒന്ന് പ്രകാശിച്ചതിലെ മാത്രമേ ക്രിസ്തുവിൽ ഇവർ ഇരിക്കുന്നതിൻ്റെ, ക്രിസ്തുവിൽ ലഭിച്ചിരിക്കുന്ന പദവിയുടെ മഹത്വം ഇവർക്ക് ഗ്രഹിക്കുവാനായിട്ട് കഴിയുള്ളൂ. ഹല്ലേലൂയ. ഇറ്റേണൽ ഗ്ലോറി. അപ്പോൾ ഈ ഗ്ലോറിയുടെ പ്രീ റിക്വസ്റ്റ് അല്ലെങ്കിൽ അതിന് മുമ്പിലുള്ള പടിയാണ് കഷ്ടത. ആ ഒരു വാക്യം കൂടെ വായിച്ച് ഞാൻ ആ ഭാഗത്തു നിന്ന് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. റോമാലേഖനം 8:17 വായിക്കുന്നുണ്ട്, നിങ്ങൾ മക്കളെങ്കിലോ അവകാശികളും അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചുവെങ്കിൽ തേജസ്കരിക്കപ്പെടും. 8:17 നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. നാം അവനോട് കൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോട് കൂടെ കഷ്ടം അനുഭവിച്ചതത്രേ. നമ്മൾ അവകാശമുണ്ട്, മക്കളാണെന്നൊക്കെ ഇത് പറയുമ്പോൾ നമ്മൾ ഹല്ലേലൂയ സ്തോത്രം പറയും. എന്നാൽ നമ്മളെ മക്കളാക്കിയതിന്റെ ദൈവത്തിന്റെ അൾട്ടിമേറ്റ് പരമപ്രധാനമായ ഉദ്ദേശം തേജസ്കരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ തേജസ്കരണത്തിന്റെ തൊട്ടു മുമ്പിലുള്ള കാര്യമാണ് നമ്മൾ കഷ്ടം അനുഭവിച്ചെങ്കിലുള്ളൂ. അത് നമ്മുടെ അവകാശമാണ്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത് അവന്റെ കഷ്ടാനുഭവത്തിന്റെ കൂട്ടായ്മ. ഞാൻ ചപ്പും ചവറെന്ന് എണ്ണുന്നത്, ഛേദമെന്ന് എണ്ണുന്നത് ആ കൂട്ടായ്മ അനുഭവിക്കണം, കഷ്ടതയുടെ കൂട്ടായ്മ അനുഭവിക്കണം. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് 73-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ വളരെ പറയുന്നുണ്ട്, അവൻ എൻ്റെ വലങ്കരം പിടിച്ചിരിക്കുന്നു, അവൻ്റെ ആലോചനയാൽ എന്നെ നടത്തുന്നു, പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് നമ്മെ ചേർക്കുന്നു. ദാറ്റ് ഈസ് ക്രിസ്ത്യൻ ലൈഫ്. കർത്താവ് നമ്മുടെ വലങ്കരം പിടിച്ചിരിക്കുകയാണ്. കർത്താവ് നമ്മുടെ വലങ്കരം പിടിച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ആലോചനയാൽ നമ്മളെ നടത്തുകയും അതിൻ്റെ അൾട്ടിമേറ്റ് അവൻ്റെ മഹത്വത്തിലേക്ക് നമ്മളെ പ്രവേശിപ്പിക്കുകയും ചെയ്യും. ദാറ്റ് ഈസ് ക്രിസ്ത്യൻ ലൈഫ്. അവിടെ തന്നെ സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്, സ്വർഗത്തിൽ എനിക്ക് അവിടെ അങ്ങ് മാത്രമേ ഉള്ളൂ, ഭൂമിയിലും അങ്ങേ അല്ലാതെ. 73-ാം സങ്കീർത്തനം 23, 24, 25 വായിച്ചാൽ അറിയാം. അവിടെ സങ്കീർത്തനക്കാരൻ പറയുകയാണ്,
സ്വർഗത്തിൽ ദൈവ അവിടെ അങ്ങ് മാത്രമേ എനിക്കുള്ളൂ. ഓക്കെ, അത് നമ്മളും ചിലപ്പോൾ പറയും, സ്വർഗത്തിൽ അവിടെ കർത്താവ് മാത്രമേ ഉള്ളൂ. പക്ഷെ അവിടെ സങ്കീർത്തനക്കാരൻ പറയും, ഭൂമിയിലും അങ്ങയല്ലാതെ ഞാൻ മറ്റൊന്നും ആഗ്രഹിക്കുന്നില്ല. അല്ലെങ്കിൽ കർത്താവിനെ അല്ലാതെ ഞാൻ മറ്റൊന്നും ആഗ്രഹിക്കുന്നില്ല. ദാവീദ് അത് തന്നെയാണ് പറയുന്നത്, മൈ ഗുഡ്നസ് ഈസ് നത്തിങ് അപ്പാർട്ട് ഫ്രം യു. അവിടുന്ന് എൻ്റെ കർത്താവാകുന്നു, അങ്ങൊഴികെ എനിക്ക് യാതൊരു നന്മയുമില്ല. മൈ ഗുഡ്നസ് ഈസ് നത്തിങ് അപ്പാർട്ട് ഫ്രം യു. കർത്താവുമായിട്ടല്ലാതെ എനിക്ക് വേറൊരു നന്മയില്ല. അവനിൽ നാം അവകാശം പ്രാപിച്ചു എന്ന് പറയുമ്പോൾ എന്താണെന്നറിയാമോ? എൻ്റെ അവകാശത്തിൻ്റെയും എൻ്റെ അവകാശത്തിൻ്റെയും പാനപാത്രത്തിൻ്റെയും പങ്ക് യഹോവയാണ്. അളവ് നൂല് ആ മനോഹര ദേശത്ത് എനിക്ക് വീണിരിക്കുന്നു. അതേ, നല്ലൊരു അവകാശം എനിക്ക് പ്രാപിച്ചിരിക്കുന്നു. അതാണ് ഒരു ദൈവ പൈതലിന്റെ ഹോപ്പ് എന്ന് പറയുന്നത്. ഈ ഭൂമിയിൽ ഒരു അവകാശവും നമുക്ക് കിട്ടിയില്ലെങ്കിലും ദൈവഭക്തൻ ഉറപ്പുണ്ട്, അളവ് നൂല് ആ മനോഹര ദേശത്ത് വീണിട്ടുണ്ട്. എൻ്റെ അവകാശം യഹോവയാണ്. എൻ്റെ അവകാശത്തിൻ്റെയും എൻ്റെ പാനപാത്രത്തിൻ്റെയും പങ്ക് യഹോവയാണ്. ഹല്ലേലൂയ. ഇതാണ് നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് ആ വിളിയാലുള്ള ആശയും ആമേൻ നമുക്ക് തിരിച്ചറിയുവാനായിട്ട് കഴിയുന്നത്. അടുത്ത നാലാമത്തെ കാര്യം നമ്മൾ പറയുന്നത്, എക്സീഡിങ് ഗ്രേറ്റ്നസ് ഓഫ് ഹിസ് പവർ ആൻഡ് ടു us who believes. അല്ലേ? വിശ്വസിക്കുന്നവർ വ്യാപരിക്കുന്ന അളവറ്റ ശക്തിയുടെ വലിപ്പം. ഹല്ലേലൂയ. നാലാമത്തെ പ്രാർത്ഥനാ വിഷയമാണ്, അല്ലേ? ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. ആദ്യത്തെ എന്താണ്? ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ പ്രാപിക്കണം. 2, നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കപ്പെടണം. പ്രകാശിക്കപ്പെട്ടിട്ട് അവൻ്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവൻ്റെ അവകാശത്തിൻ്റെ മഹിമാതെന്നതും ഇന്നതെന്നും അറിയണം. 4, വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അത്യന്തമായ ശക്തി, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ആർക്കാണത് ലഭിക്കുന്നത്? വിശ്വസിക്കുന്നവരുടെ മേൽ. ഹല്ലേലൂയ. ഈ ഉപവാസ പ്രാർത്ഥനയിൽ നമ്മുടെ വിശ്വാസം വർദ്ധിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്, അല്ലേ? ശിഷ്യന്മാർക്ക് കർത്താവിനോട് പറയുന്നുണ്ട്, ഞങ്ങൾക്ക് അവരെ സൗഖ്യമാക്കുവാനായിട്ട് കഴിഞ്ഞില്ല. രോഗം പിടിച്ച് ഞങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവന്ന അവരെ ഞങ്ങൾക്ക് സൗഖ്യമാക്കുവാനായിട്ട് കഴിഞ്ഞില്ല. എന്താണ്? കർത്താവ് പറയുന്നുണ്ട്, നിങ്ങളുടെ അല്പവിശ്വാസം നിമിത്തം. ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി വിട്ടുപോകുകയില്ല. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മിൽ വ്യാപരിക്കണമെങ്കിൽ നമ്മുടെ വിശ്വാസം വർദ്ധിക്കപ്പെടണം. വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന അളവറ്റ ശക്തിയുടെ വലിപ്പം. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ, പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാനുള്ള അധികാരം തന്നിരിക്കുന്നു. മാർത്തയോട് കർത്താവ് പറഞ്ഞു, എന്താ പറഞ്ഞത്? വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും. അപ്പൊ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, ആ അതോറിറ്റി, അല്ലേ? 8-ാം സങ്കീർത്തനത്തിൽ അത് നമുക്ക് മടക്കി തന്നു യേശു ക്രിസ്തു. അത് നഷ്ടപ്പെട്ടു പോയിരുന്നു, അല്ലേ? മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ കർത്താവ് എന്താ പറഞ്ഞത്, അല്ലേ? ഉൽപ്പത്തി പുസ്തകത്തിലും സങ്കീർത്തനം 8-ാം അധ്യായത്തിലും വായിക്കുന്നുണ്ട്, അല്ലേ? മനുഷ്യനെ മർത്യനെ ഓർക്കുവാൻ ഞാൻ എന്തുമാത്രം, ദൈവം അവനെ അല്പമാത്രം താഴ്ത്തി, തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു, തൻ്റെ കൈകളുടെ പ്രവർത്തിക്ക് അവനെ അധിപതിയാക്കി. അതായിരുന്നു നമ്മുടെ പദവി. എന്നാൽ അത് നഷ്ടപ്പെട്ടു പോയി. എന്നാൽ യേശുക്രിസ്തു ആ പദവി നമുക്ക് തിരിച്ചു തന്നു, ആ അതോറിറ്റി നമുക്ക് തിരിച്ചു തന്നു. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകലവും അധികാരവും എനിക്ക് തന്നിരിക്കുന്നു, ആകയാൽ നിങ്ങൾ പോ. അപ്പം പ്രാർത്ഥന എന്ന് പറയുന്നത് എക്സസൈസിങ് ദാറ്റ് അതോറിറ്റി. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും, നിങ്ങൾക്ക് സകലവും കഴിയും. ഹല്ലേലൂയ. അതാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. വേറൊരു ശതാധിപന്റെ വിശ്വാസത്തെക്കുറിച്ച് കർത്താവ് പറഞ്ഞത് നമ്മൾ കാണുന്നുണ്ട്, അല്ലേ? എന്താ പറഞ്ഞത്? എൻ്റെ പുരയ്ക്കകത്ത് വരെ വരണ്ട നീ, ഇവിടെ നിന്ന് ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി,
സദാദൈവം പറയാം, ഞാനും അധികാരമുള്ള മനുഷ്യനാണ്. ഞാൻ അല്ലേ ഒരു 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 കമാൻഡർ ഓഫീസറാണ്. ഞാനൊരു വാക്ക് കൽപ്പിക്കുമ്പോൾ ആ കമാൻഡ് വെച്ച് ദ ഹോൾ ബറ്റാലിയൻ വിൽ മൂവ്. അല്ലേ, ഒരു 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 വാക്ക് അല്ലേ, മാർച്ച് എന്ന് പറയുമ്പോൾ ദ 1000 സോൾജിയേഴ്സ് വിൽ മൂവ് ആ ഒരു കമാൻഡ്മെന്റിന്റെ അടിസ്ഥാനത്തിൽ. അപ്പൊ അതുകൊണ്ട് അത്ര അധികാരം നിനക്കുണ്ട്. നീ എൻ്റെ പുരയ്ക്കകത്ത് വരണ്ട, ഇവിടുന്ന് ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി. ഹല്ലേലൂയ. ആ അധികാരമുണ്ട്. അപ്പൊ ആ അധികാരം തിരിച്ചറിഞ്ഞപ്പോൾ കർത്താവ് തന്നെ കമന്റ് ചെയ്തു, ഇസ്രയേൽ കൂടി ഇത്ര വലിയ വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ആ ഒരു അതോറിറ്റിയാണ് ദൈവം നമുക്ക് മടക്കി തന്നിരിക്കുന്നത്, അല്ലേ. സുന്ദരം സുന്ദരം ഗേറ്റിന്റെ വാതിക്കല്, അല്ലേ, സുന്ദരം ഗോപുരത്തിന്റെ വാതിക്കല്, അല്ലേ, മുടന്തനായവന്റെ അടുത്തൂടെ പത്രോസ് യോഹന്നാനും വന്നപ്പോൾ, അല്ലേ, യാചന ഭിക്ഷ യാചിച്ചപ്പോൾ എന്താ പത്രോസൻ പറയുന്നത്? ഞങ്ങളുടെ കയ്യിൽ സ്വർണ്ണമോ വെള്ളിയോ ഒന്നും ഇല്ല, പക്ഷെ ഞങ്ങളിൽ ഒരു ശക്തി ആവരിക്കുന്നത് യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കാം, അല്ലേ. നമ്മളാണെങ്കിൽ എന്താ ചെയ്യുന്നത്? ഇപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ഫോട്ടോ എടുത്തും വാട്സപ്പ് ഗ്രൂപ്പിലെല്ലാം ഇടും, ചർച്ചുകളിലെല്ലാം ഇട്ടിട്ട് പൈസ വിരിച്ച് മാക്സിമം അവരെ ഹോസ്പിറ്റലിലാക്കും. അതിൽ കൂടുതലൊന്നും നമുക്ക് ചെയ്യാനായിട്ട് ഇപ്പം പറ്റത്തില്ല. എന്നാൽ വിശ്വസിക്കുന്നമേൽ വ്യാപരിക്കുന്ന ശക്തിയുടെ വലിപ്പം നമുക്കുണ്ടെങ്കിൽ എഴുന്നേൽക്ക. യേശുവിന്റെ നാമത്തിൽ ഒരു വാക്ക് പറഞ്ഞാൽ മതി. അതാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ഈ ഉപവാസ പ്രാർത്ഥനയിൽ കർത്താവിനോടുകൂടെ വസിക്കുവാനും ദൈവത്തിൻ്റെ പെർഫെക്റ്റ് വില്ല് തിരിച്ചറിയുവാനും, ആമേൻ, അതോടൊപ്പം തന്നെ നമ്മളുടെ ക്യാരക്ടർ ഫോർമേഷൻ, ഞാൻ ആദ്യമേ പറഞ്ഞു, ആ ഒരു ഹംബിൾനെസ് എപ്പോഴാണ് വരുന്നത്? നമ്മളെ ശത്രുക്കൾ നമുക്ക് നേരെ, നമ്മൾ ശത്രുക്കൾ ഇല്ലെങ്കിലും നമുക്കെതിരെ ഉള്ളവരെ സംസാരിക്കുകയും പറയുകയൊക്കെ ചെയ്യുമ്പോൾ നാം അവരെ ദുഷിക്കാതെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള ആ നിലവാരത്തിലുള്ള ഒരു മാനസാന്തരവും ഒരു ട്രാൻസ്ഫോർമേഷനും ആ ഒരു താഴ്മയും ഈ ഉപവാസത്തിൽ ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നു. അത് മാത്രമല്ല, നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കുവാനും ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ പ്രാപിച്ച് ഈ ലോകത്തിലുള്ളതിനെയെല്ലാം ഛേദമെന്നെണ്ണി കർത്താവിലിരിക്കുവാനും, ഹല്ലേലൂയ, ആ വിളിയാലുള്ള ആശയിനെന്നറിയുവാനും വിശുദ്ധന്മാരിൽ നമുക്കുള്ള അവകാശത്തെ തിരിച്ചറിയുവാനും നമ്മിൽ വ്യാപരിക്കുന്ന ആ അളവറ്റ ശക്തിയുടെ വലിപ്പം തിരിച്ചറിയുവാനും അത് എക്സസൈസ് ചെയ്യുവാനും ഈ എഫേസ്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 20 മുതൽ ഒന്നുകൂടെ ഒന്ന് വായിച്ചേ. ഞാൻ 5 മിനിറ്റിനുള്ളിൽ ഇരിക്കും, നിർത്തും. എഫേസ്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 20 മുതൽ ഒന്നുകൂടെ ഒന്ന് വായിച്ചേ. അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ച് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ അവന്റെ വലത്തുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും സർവവും അവന്റെ കാൽക്കീഴാക്കി വെച്ച് അവനെ സർവത്തിനും മീതെ തലയാക്കി എല്ലാറ്റിനും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന അവന്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. ആമേൻ. ഇത് നമ്മുടെ പദവിയാ. ഹല്ലേലൂയ. ഈ അതോറിറ്റി എക്സസൈസ് ചെയ്യുവാൻ നമുക്ക് ലഭിച്ചിരിക്കുന്ന പദവിയാ. യേശുവിനെ ഉയർപ്പിച്ച്, അല്ലെ, സകല നാമത്തിലും മേലായ നാമം നൽകി സർവവും അവന്റെ കാൽ കീഴിലാക്കി വെച്ച് സർവത്തിനും മീതെ തലയാക്കിയിട്ട് എന്താ ചെയ്ത്? എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന അവന്റെ ശരീരമായ സഭയ്ക്ക് കൊടുത്തു എന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോരുത്തർക്കും ആ അധികാരം തന്നെന്ന. ഹല്ലേലൂയ. കർത്താവ് ആ അധികാരം വെച്ചോണ്ടിരിക്കുകയല്ല, ആ അധികാരം എക്സസൈസ് ചെയ്യുവാൻ വിശ്വസിക്കുന്നവർക്ക് കൊടുത്തെന്ന്, സഭയ്ക്ക് കൊടുത്തു. ഹല്ലേലൂയ. നമ്മുടെ പദവിയും അധികാരവും തിരിച്ചറിയുവാൻ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ ഈ കാരിക്കേച്ചർ കണ്ടിട്ടുണ്ടോ? കാരിക്കേച്ചർ കാർട്ടൂൺ, അല്ലേ, നമ്മൾ മോദിയുടെ വലിയൊരു തലയും
അല്ലെ മൻമോഹൻ സിംഗിന്റെ വലിയൊരു തലയും ഒരു ജസ്റ്റ് ഒരു ലൈൻ പോലുള്ളതായ ഒരു ശരീരവും ഈ ഈ കാരിക്കേച്ചർ കാർട്ടൂണകത്ത് നിങ്ങൾ കണ്ടു കാണും അല്ലേ? അപ്പൊ തലയായ ക്രിസ്തു വലിപ്പമാണെങ്കിലും സഭ ഇങ്ങനെ ഒരു ഞാഞ്ഞൂല് പോലെ, ഇങ്ങനെ ഒരു നൂല് പോലെ ഇരിക്കുന്ന അവസ്ഥ. എന്നാൽ ആ തലയ്ക്ക് ലഭിച്ചിരിക്കുന്ന അധികാരമെല്ലാം തൻ്റെ സഭയ്ക്കൂടെ കർത്താവ് കൈമാറിയിരിക്കുകയാണ്. ഹല്ലേലൂയ. ഈ ഉപവാസ പ്രാർത്ഥനയിൽ ആ അധികാരത്തെയും പദവിയെയും തിരിച്ചറിയുവാനും, ആമേൻ, ഹല്ലേലൂയ, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ അധികാരം തന്നിരിക്കുന്ന, അല്ലെ, ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ അവനുള്ളത് നമുക്ക് കവർന്നെടുക്കുവാനായിട്ട് കഴിയത്തില്ല. അതിനുള്ള അധികാരം കർത്താവ് നമുക്ക് നൽകി തന്നിട്ടുണ്ട്. വിശ്വസിക്കുന്ന മേലെ വ്യാപരിക്കുന്ന അളവറ്റ ശക്തിയുടെ വലിപ്പം തിരിച്ചറിയുവാനും. ഹല്ലേലൂയ. ദൈവം നമ്മളെ ഇടയാക്കട്ടെ. ഒരു പ്രാർത്ഥനാ വിഷയം ഇവിടെ പറഞ്ഞ് ഞാൻ ഇരിക്കാനായിട്ട് നിർത്തുകയാണ്. 67-ാം സങ്കീർത്തനം അതിന്റെ 1 മുതൽ 2 വരെയുള്ളതായ വാക്യം. Psalm 67:1-2. ദൈവമേ, എന്റെ നിലവിളി കേൾക്കണമേ, എന്റെ പ്രാർത്ഥന ശ്രദ്ധിക്കണമേ. എന്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്ത് നിന്ന് നിന്നെ വിളിച്ചപേക്ഷിക്കും. 67-ാം സങ്കീർത്തനം 1-2. ദൈവം നമ്മോട് കൃപ ചെയ്തു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അവൻ തന്റെ മുഖത്ത് നമ്മുടെ മേൽ പ്രകാശിപ്പിക്കുമാറാകട്ടെ. നിന്റെ വഴി ഭൂമിയിലും നിന്റെ രക്ഷ സകല ജാതികളുടെ ഇടയിലും അറിയിക്കേണ്ടതിന് തന്നെ. ഇവിടെ സങ്കീർത്തനക്കാരന്റെ പ്രാർത്ഥന എന്താണെന്നറിയോ? ദൈവമേ, എന്നോട് കൃപ തോന്നണമേ, എന്നെ അനുഗ്രഹിക്കണമേ. എന്താണ് ഈ കൃപയും അനുഗ്രഹവും എന്നുള്ളത് അവിടെ വായിക്കുന്നുണ്ട്. അങ്ങയുടെ മുഖം എൻ്റെ മേലൊന്ന് പ്രകാശിക്കണം. അതാ കൃപയും അനുഗ്രഹവും. ദൈവത്തിന്റെ മുഖം നമ്മുടെ മേലൊന്ന് പ്രകാശിക്കുന്നതാണ് യഥാർത്ഥ അനുഗ്രഹവും കൃപയും. അതിന്റെ റിസൾട്ട് എന്താണെന്നറിയാമോ? അടുത്ത് നമ്മൾ വായിച്ചു, എന്താണ്? ജാതികൾ ദൈവത്തിന്റെ വഴി അറിയും. നിന്റെ വഴി ഭൂമിയിലും നിന്റെ രക്ഷ സകല ജാതികളുടെ ഇടയിലും അറിയേണ്ടതിന് തന്നെ. ഇത് നമ്മുടെ പ്രാർത്ഥനാ വിഷയമാണോ? ദൈവമേ, എന്നോട് കൃപ തോന്നണമേ, എന്നെ അനുഗ്രഹിക്കണമേ, അങ്ങയുടെ മുഖം എൻ്റെ മേലൊന്ന് പ്രകാശിക്കണമേ. ആ പ്രകാശിക്കുന്നത് മുഖാന്തരം നിന്റെ വഴിയും ദൈവത്തിന്റെ വഴിയും ദൈവത്തിന്റെ രക്ഷയും അവിശ്വാസികൾ ജാതികൾ അറിയും. എന്താ ദൈവത്തിന്റെ വഴിയും രക്ഷ? ഐ ആം ദ വേ, ഐ ആം ദ ട്രൂത്ത് എന്ന് പറഞ്ഞ ആരാ? യേശു. അപ്പൊ ദൈവത്തിന്റെ മുഖം എൻ്റെ മേലൊന്ന് പ്രകാശിക്കുന്നത് മുഖാന്തരം എൻ്റെ കൂടെയുള്ള അവിശ്വാസികൾ ദൈവത്തെ അറിയുമെന്ന്, യേശുവിനെ അറിയുമെന്ന്. ഹല്ലേലൂയ. അതായിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥനാ വിഷയം. ഹല്ലേലൂയ. ആമേൻ. കർത്താവ് നമ്മളെ തെരഞ്ഞെടുത്തത്, കർത്താവ് നമ്മളെ വിവിധ ദേശത്താക്കി വെച്ചത്, ഹല്ലേലൂയ, ദേശത്തിന് വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ, ഹല്ലേലൂയ, വേലി കെട്ടി ഇടിവിൽ നിൽക്കുവാൻ, സ്വന്തമെന്ന് പറഞ്ഞുകൊണ്ട്, അല്ലേ, ലിത്വാനിയയിലായാലും ജർമ്മനിയിലെ വിവിധ സ്ഥലങ്ങളായാലും അല്ല സ്വീഡനിലായിരിക്കാലും അതിൻ്റെ ഓണർഷിപ്പ് എടുത്തുകൊണ്ട് ഇടിവിൽ നിൽക്കുവാൻ, ചിലരെ തീയിൽ നിന്ന് വലിച്ചെടുക്കുവാൻ. ഹല്ലേലൂയ. ദൈവം നമ്മളെ ഇടയാക്കുമാറട്ടെ. കർത്താവ് ചോദിക്കാൻ പറഞ്ഞ മറ്റൊരു വിഷയമാണ് ജാതികളെ അവകാശമായി. 2-ാം സങ്കീർത്തനത്തിൽ പറയുന്നുണ്ടല്ലേ, ജാതികളെ അവകാശമായി ചോദിച്ചു കൊള്ളുക, അല്ലേ? ചോദിക്കാൻ പറഞ്ഞ ഒരു വിഷയം അതാ, ജാതികളെ അവകാശമായി ഞാൻ നിനക്ക് ഭൂമിയുടെ അറ്റത്തെ അവകാശമായിട്ട് തരും. ഹല്ലേലൂയ. ആത്മാക്കൾ വിടുതലിന് വേണ്ടി യാചിപ്പാൻ. ആമേൻ. ഈ നാളുകളിൽ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഈ ഉപവാസ പ്രാർത്ഥന ദൈവത്തോട് വസിക്കുന്ന ദിവസങ്ങളാക്കി തീർക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. ഹല്ലേലൂയ. ദൈവം നിങ്ങളെല്ലാവരെയും അതിനായിട്ട് അനുഗ്രഹിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുമട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അവസരം തന്ന പ്രിയ ഷാജാനും കുടുംബം, ദൈവസഭയ്ക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ളതായ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഒത്തിരി യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ളവരുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ ICP ലാസ്റ്റ് 10 years അസോസിയേറ്റഡ് ആണ്. അപ്പം നിങ്ങളെല്ലാം അനേക യങ്സ്റ്റേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുവാനൊക്കെ വേണം. ലോകത്തിന്റെ വെളിച്ചമായി, ലോകത്തിന്റെ ഭൂമിയുടെ ഉപ്പായിട്ട് നിങ്ങൾ അവിടെ ഇവിടങ്ങൾ ഉപയോഗിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഒരു പ്രാവശ്യം കൂടെ ഹൃദയംഗമായ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് ഇരിക്കുന്നു. ദൈവം നമ്മളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുന്നു. താങ്ക് യു സോ മച്ച്.